ഞാനേ പാളിപ്പോയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ കഥ പറയും. നോർമലി ട്രിപ്പ് പ്ലാനിങ് ഒന്നും തന്നെ ബാധിക്കുന്നതേ അല്ല എന്ന രീതിയിലാണ് ഞാൻ നടക്കുക. എനിക്കും കഴിവ് തെളിയിക്കാൻ അവസരം വന്നിരിക്കുകയാണ് ഗൈസ്. ബീച്ചിലോട്ട് തുറക്കണ ബാൽക്കണി വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചെറാലി ഈ ഒരു സ്റ്റേ സെലക്ട് ചെയ്തത്. സീ വ്യൂ ഒന്നൊരു രക്ഷയില്ലായിരുന്നു. നമുക്ക് കിടന്നിട്ടും ഇരുന്നിട്ടും ചെരിഞ്ഞിട്ടും ഒക്കെ കടൽ കാണാം. എവിടേക്കാണ് പോണത് ബേബോ? അവളെ പണിയായുധങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി. ബേബോനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സ്പോട്ടാട്ടോ ബീച്ച്. അവളെ എപ്പോഴും കൊണ്ടുപോകാൻ പറയുന്നൊരു സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് സെലക്ട് ചെയ്തത്. ഫ്രാങ്കിനവൻ വെള്ളത്തിലെടുത്തെറിഞ്ഞ പിന്നെ അവനറിയാൻ ഞാൻ നിന്ന് കൊടുക്കേ, അതിനു മുമ്പേ ഞാൻ വെള്ളത്തിൽ ചാടി. അങ്ങനെ സൂര്യൻ സൈഡായി. അപ്പം ഞങ്ങളും ചായയൊക്കെ കുടിച്ച് റൂമിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ പോയി ഓരോ സിനിമയൊക്കെ കണ്ടിരുന്നു. രാത്രിയെ പിന്നെ നമുക്ക് വീണ്ടും വിശപ്പിൻ്റെ വിളി വരുമല്ലോ. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള അണ്ണൻ്റെ കടയിൽ പോയിട്ട് നല്ല ഫിഷ് ഫ്രൈയും ചെമ്മീൻ ഫ്രൈയും ഒക്കെ കഴിച്ചു. അങ്ങനെ ആ ചരിത്ര നിമിഷത്തിരിക്കുകയാണ്. ഇന്ന് എൻ്റെ ഭർത്താവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഹെക്ടിക് ലൈഫിൽ നിന്ന് മാറി കുറച്ച് പീസ്ഫുൾ മൊമെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റേ സെലക്ട് ചെയ്തത്. പക്ഷേ രാത്രി അവന് തീരെ പീസ് കിട്ടിയില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം വേറെ ഒന്നല്ല, നല്ല മഴയായ കാരണം കടൽ നല്ലോണം കയറി കിടക്കുകയായിരുന്നു. അപ്പോൾ രാത്രി ഭൂമി ഉൽക്കം പോലത്തുള്ള സൗണ്ടായിരുന്നു എന്ന് അവൻ പറഞ്ഞത്. ഞാൻ ഉറക്കത്തിൽപ്പെട്ട കാരണം ഞാൻ അതൊന്നും അറിഞ്ഞില്ല. ബർത്ത്ഡേ ആയിട്ട് അവനെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ പാളിപ്പോയി ഗൈസ്. അപ്പോൾ നിങ്ങളിങ്ങനെ ബീച്ച് വ്യൂ ഒക്കെ സെലക്ട് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കടലിൻ്റെ സ്ഥിതിയും കൂടി നോക്കിയിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ ഇങ്ങനെ രാത്രി ഉറക്കം പോയി എന്നൊക്കെ വരും. അപ്പോൾ ബൈ.